ഇഷ്ടപ്പെട്ട ഭക്ഷണമെന്ന് പറയുന്നത് പഴയങ്കഞ്ഞിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈരും പിന്നെ ഈ മുളകൊക്കെ ഉപ്പിലിട്ടതിൻ്റെ ചാറുണ്ട്, അതും കൂടെ കുറച്ചങ്ങ് ഒഴിച്ച് ഒരു പപ്പടവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കലക്കി എന്ന് പറയാം. പ്രത്യേകിച്ച് അംഗൻവാടിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരു 10-11:30 ആകുമ്പം അന്നാറോസിൻ്റെ ഒരു ഭക്ഷണ രീതിയാട്ടോ ഇത്. അത് മൺചട്ടിയിലും കൂടെ കിട്ടുവാണെങ്കിൽ പറയണ്ട, സംഭവം ഗ്രാൻഡായി. ഈ പിള്ളേർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, കണ്ട അതും ഇതും എല്ലാം വാങ്ങിക്കൊടുത്ത് കളയരുത് അവരുടെ ആരോഗ്യം. ഞാൻ ഓർക്കുന്നു, ഒരു 2 വയസ്സ് വരെ ഒന്നും ഒരു തരത്തിലുള്ള ബേക്കറി ഫുഡ്സ് കൊണ്ടുപോലും ആ ശരീരം നശിപ്പിക്കാൻ ഞങ്ങൾ തുനിഞ്ഞിട്ടില്ല. മനുഷ്യനാണോ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഭക്ഷണമൊക്കെ ഉള്ളത്. കഴിച്ചില്ലെന്നേ ഉള്ളൂ. പുറകെ നടന്ന് കഴിക്കടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓട്ടപ്രയാണങ്ങളൊന്നും ഈ വീട്ടിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നു വെച്ചാൽ ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അന്നാറോസിൻ്റെയും കൂടെ ഒരു ആവശ്യമായി മാറി. അത് അവളുടെ സമയത്തിന് ഇഷ്ടത്തിനൊക്കെ ആയപ്പോഴേക്കും സംഭവം കളർ തന്നെയായെന്ന് പറയാം. കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലെന്നറിയാം. പക്ഷേ ഈ ടേബിളിൽ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങനെ ഇരുന്നാലേ ശരിയാവുള്ളൂ. വലിയ തിരുത്തിനൊന്നും പോയില്ല. വലുതാകുമ്പം ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. പിന്നെ ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് പിള്ളേരെ വളർത്തണമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും, ആശുപത്രിയിൽ പോകാതെ പിള്ളേരുടെ ഹെൽത്ത് ഓക്കെ ആക്കുക എന്നുള്ളതാണ് പ്രധാനമെങ്കിൽ നമ്മൾ കുറച്ച് പഴയ കാലത്തെ പോലെയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവരിത് ആസ്വദിക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, പിന്നെയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. ദൈവം അനുഗ്രഹിക്കട്ടെ.